ഹലോ ഗൈസ്, നമ്മളിതിൻ്റെ ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാലോ, എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളത് ക്ഷമിച്ച് എന്താണ് അടുത്ത വീഡിയോ ഞാൻ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കേണ്ടതാണ്. അപ്പോൾ എൻ്റെ പേര് അൽത്താഫ്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിസാർഡ് ഗെയിമിംഗ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോയാലോ. പിന്നെ ഗെയിം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗെയിം എന്ന് വെച്ചാൽ ഒരു കുട്ടി നമ്മൾ ഒരു ഹൊറർ ഗെയിമാണിത് മെയിൻലി. അപ്പോൾ ഒരു കുട്ടി പിക്ചേഴ്സിന് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകണതാണ്. അപ്പോൾ നമുക്കൊരു വർക്ക് തന്നേക്കണാണ് ഒരു ചേച്ചി. അപ്പോൾ നമ്മൾ ആ കുട്ടി പിക്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യണം. അതാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഗെയിമിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ റൂം നമ്പർ 10-ലുണ്ടെന്നാണ് പറയണേ. റൂം നമ്പർ 10 നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ വന്ന സ്ഥലമാണിത്. പിന്നെ തിരിച്ച് ഇത് 6 ആണ്. റൂം നമ്പർ 10-ൽ ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിട്ടുണ്ടെന്നാണ് ആദ്യം കോൾ ചെയ്തപ്പോൾ അവർ പറയണേ അവിടേക്ക് വീടില്ല. അപ്പോൾ ഇതിവിടെ നിന്ന് ഞങ്ങളുടെയൊക്കെ ആണെന്നാണ് നമുക്കിപ്പോൾ നിലവിൽ പേടിയില്ലാത്തത്. നമ്മളിപ്പോൾ എന്തെങ്കിലും പോയി നോക്കാം. നമുക്ക് ഇവിടെ നമ്മൾ വന്നാണ് ഇവിടെ ഇല്ല. ഇതിൻ്റെ അടിയിലാണോ? ഇതിൻ്റെ അടിയിലൊന്നും ഇല്ല. ദേ ഇരിക്കണടാ. ഓ വയസ്സ് കണ്ടില്ല വയസ്സ് ആദ്യം. ഓ ഇതായിരുന്നില്ല റൂം നമ്പർ 10. ആദ്യം ശ്രദ്ധിച്ചില്ല. ശരി, നമുക്ക് എന്തെങ്കിലും ഗെയിമിലിട്ട് കിടക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ. അതെ, ഇപ്പോൾ നമ്മൾ ടൈറ്റിൽ ചെയ്ത് കാണിക്കുന്നത് ദി ബേബി ഇൻ യെല്ലോ. ഇവിടെയാണ് നമ്മൾ നൈറ്റ് 1. ഇവിടെയാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ടാണ്. ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചതെന്ന് ഫീഡ് ദി ബേബി. നമ്മൾ ബേബീനെ ഫീഡ് ചെയ്യണം. ഇതാണ് നമ്മളെ കുരിപ്പ്. എന്താടാ നോക്കണേ? വേണ്ട, കളിക്കൊന്നും വേണ്ട, ഇവിടെ ഇരുന്നോ. അപ്പോൾ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പാലും കുപ്പി എടുത്ത് കൊടുക്കാനാണ് ഇപ്പോൾ പറഞ്ഞേക്കണം. നമ്മളിപ്പോൾ ഇതാണ് ഫ്രിഡ്ജ്. അതിന് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാലും കുപ്പി എടുക്കണ്ട്. ഇനി ഇതെടുത്ത് അവൻ എണ്ണാക്കിലോട്ട് തള്ളണം. കുടിക്കൂ മോനെ, കുടിക്കൂ. അതൊന്നും സംസാരിക്കണമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇനി അടുത്തായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവന് കുടിക്കാൻ കാത്തുന്ന ഇതൊന്നും പറ്റില്ല. ഇതൊന്നും നമ്മുടെ ജോലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് പൈസ കുറച്ച് അത്യാവശ്യമുണ്ട്, അറിയാലോ. അതുകൊണ്ട് നമുക്ക് പൈസക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണേ. അല്ലെങ്കിൽ നമ്മൾ ഇവനെ എടുത്ത് പള്ളയിലിടണേ, അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിനി ഇവന് ഡൈപ്പർ മാറ്റണം എന്നാണ് പറയുന്നത്. ഡൈപ്പറായിട്ട് ഇപ്പം ഡൈപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ഡൈപ്പർ എടുക്കട്ടെ, വന്നില്ലല്ലോ ഇത്. ആയി ശരി, കുരിപ്പവിടെ ഇപ്പം വെച്ചവനല്ലേ, അവനിപ്പോൾ അവിടെ പോയി. പക്ഷെ എൻ്റെ പൊന്നളേതേ അവിടെ ഇരിക്കണം. ഇത് നടക്കില്ലതാണേ. ഇങ്ങനെയാണ് മോനെ, നിനക്ക് ഞാൻ ഒന്നും തരാൻ പോളല്ല. ഇവനെ കിടത്തി ഉറക്കണം എന്നാണോ? അത് ഒക്കത്തേട്ട് വാങ്ങിക്കുക. ഇതാണോ റൂം? ഇതിൻ്റെ റൂം ഇനി ഏതായിരിക്കും? ഇതാണോ റൂം? ഇതെന്നല്ല, ഇത് വാഷിംഗ് തുണി വെക്കണ സ്ഥലമാണ്. ഇത് ലോക്കഡാണ്. അവിടെ കിടക്ക് നോക്കട്ടെ. ഇല്ല, അത് ലോക്കഡാണ്. എണീച്ചു വാ മോനെ. ഇതായിരിക്കും. ഇതാണ് അവൻ്റെ റൂം. റൂം സെറ്റപ്പ് കൊള്ളാം. നമുക്ക് ഏതാണ്ട് റിച്ചുള്ള പയ്യനാണ്. അതുകൊണ്ട് അവനോട് കിടത്താം. എനിക്ക് സ്റ്റോർ വാങ്ങിച്ചിടണം. ഞാൻ പറയണം, ഞാൻ സ്റ്റോറിൽ നിന്ന് വായിച്ചൊന്നും കൊടുക്കുന്നില്ല. സ്റ്റോർ വായിച്ചു കൊടുക്കേണ്ട വേറെ നിവർത്തിയില്ല വയസ്സ്. അതുകൊണ്ട് നമുക്ക് സ്റ്റോർ വായിച്ചു കൊടുക്കാൻ വേണ്ട. നമ്മുടെ ദി ക്യാറ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോറിയാണ് നമുക്ക് വായിച്ചു കൊടുക്കാൻ വേണേ. വേഗം നമുക്ക് ഇതിൻ്റെ വേറെ പരിപാടികളാണ്. അതുകൊണ്ട് നമുക്ക് വേഗം അവിടെ അടിച്ചിട്ട് നമുക്ക് നേരെ സ്റ്റോർ വേണ്ട നമുക്ക് വായിച്ചു കൊടുക്കാം. എന്നൊക്കെ പറയേണ്ടത്. വേഗം അടുത്തത് എന്താണ്? അടുത്തത് കഴിഞ്ഞില്ല. ഇത് പെട്ടെന്ന് സ്കിപ്പ് അടിക്കാൻ പറ്റുള്ള ഇങ്ങനത്തെ ഒക്കെ സ്റ്റോറിയാണ് എനിക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല, എങ്ങനെയാണെങ്കിൽ ചീത്തയിലേയും കൊള്ളാം. കഴിഞ്ഞ് നമുക്കിനി പോവാം. പിന്നെ എന്താണ് അടുത്ത വിഷയം വന്നേക്കുന്നത്? നമുക്ക് സോഫയിൽ പോയി TV കാണാമെന്ന് പറയുന്നത് നല്ലൊരു ഇടമാണ്. നമുക്കിനി TV കാണാം, റെസ്റ്റ് ചെയ്യാം. അങ്ങനെ തുടങ്ങി നമുക്ക് പോയി റെസ്റ്റ് ചെയ്യാം. റെസ്റ്റിംഗ് ടൈം ഓൺ. നമുക്ക് പോയിട്ട് റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. നമുക്ക് ഇവിടെ TV. നമുക്ക് ഇവിടെ സോഫയിൽ ഇരിക്കണ്ടോ? കഴിക്കാനെന്തെങ്കിലും ഉണ്ടോ? കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫ്രിഡ്ജിൽ നടക്കി ഇരിപ്പുണ്ടോ? നടക്കാൻ പറ്റുമോ നോക്കായിരുന്നു. ഇങ്ങനെ കിടന്നുറങ്ങി നമ്മൾ കിടന്നുറങ്ങണേ ക്ഷീണം. കാരണം നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു ജോലിക്ക് ചെയ്യണേ. അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. കുരിപ്പ് എണീച്ചെന്നാണ്. കുരിപ്പിന് ശബ്ദം കേൾക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. അവിടെ എണീച്ചിട്ടുണ്ടെന്ന് തോന്നണം. എനിക്ക് കിടന്നുറങ്ങിക്കൂടെ? നമുക്കൊന്ന് പോയി പൊക്കത്തിൽ പോയി നോക്കാം. അവനെ ഫീഡ് ചെയ്യാനാണ് പറയണത്. നമുക്ക് പോയിട്ട് റൂമൊക്കെ തുറന്നിറക്കണമല്ലോ. ഇവനോടൊക്കെ എടുത്ത് കുരിപ്പ് അവൻ ചാടിപ്പോയാ? അല്ല, ഇനി അവൻ്റെ തള്ള വരുമ്പോൾ നമുക്ക് തള്ളക്ക് വിളി കേൾക്കും, അത് ഉറപ്പ്. അവനിങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് പാളി മച്ചാനെ. അവനിങ്ങനെ തള്ള വരും, നമുക്ക് തള്ളക്ക് വിളി കേൾക്കും, അത് കൺഫേമാണ്. അതിപ്പോൾ അതേരിക്കണേ. ഇവൻ എങ്ങനെ ഇവിടെ എത്തി? ഇത് ഇവനെ എടുത്ത് നമുക്കിനി
എനിക്ക് കിടത്തി ഉറക്കണമെന്നാണ് ഇവനെ പറയണത്. പോയി കിടന്ന് ഉറങ്ങട്ടെ. അത് വേറെ വഴിയില്ല, ഇവനെ നേരെ കിടത്തി ഉറക്കാം. നമുക്ക് വേറെ പണികളാണ്. കിടക്കുരിപ്പേ. ഓ എനിക്ക് ടോയാ, ഏത് ടോയാണാവോ? ടോയ് എടുത്തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കണ്ട് ഷിപ്പ്. ഇതെടുക്ക്, ഇത് കൊടുക്ക്. പറ്റൂലെന്നാ? എന്ത് നടപടിയാണത്? ഇത് കൊടുക്ക്. ഇതും പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ നടക്കും. ആ കൊള്ളാം. ഇത് പറ്റില്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വേറെ പാച്ച് നിട്ടെടുക്കാൻ പോകണം. അത് വേറെ കാര്യം. നമ്മൾ നേരെ പോകും, വേറെ പണിയാക്കാൻ പറയും. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കുണ്ട പേടി? പിന്നെ ഇതല്ല, ഇതിൻ്റെ അപ്പുറം കളിയുണ്ടെന്നാണ് നമ്മളോട് നമുക്ക് ടീമാണ് അങ്ങനെ പറഞ്ഞേക്കുന്നത്. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. അയ്യോ, ഫ്രിഡ്ജിൽ പോയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെന്നൊക്കെ. ഇരുന്ന് പോയി. ഇനി എണീക്കാനില്ല, ഇതിന് ബാക്ക് അടിക്കാണ്ടല്ലോ. ഫ്രിഡ്ജിൽ എന്തൊക്കെയാണെന്ന് നോക്കാമായിരുന്നു. ഫ്രിഡ്ജിൽ വേറെ മാർക്ക് ഇരിപ്പുണ്ട്, നമുക്ക് തിന്നാൻ പറ്റുമെന്ന് അറിയില്ല. എടുത്ത് നോക്കായിരുന്നു. ഇനി എന്താണ് സീൻ? ഗെയിം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.